ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു നാടൻ ചിക്കൻ ഫ്രൈയുടെ റെസിപ്പി ആയിട്ടാണ്. നമുക്കിന്ന് പയ്യോളി ചിക്കൻ ഫ്രൈ തയ്യാറാക്കി എടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മുടെ നാട്ടിലായാലും ഇത് എല്ലാ ഭാഗത്തൊന്നും ഹോട്ടലിൽ കിട്ടാറില്ല കേട്ടോ. തെക്കോട്ടുള്ള ഹോട്ടലുകളിലൊന്നും ഇത് കണ്ടിട്ടില്ല. ആദ്യമായിട്ട് ഞാനിത് കഴിക്കുന്നത് ദുബായിൽ വന്നിട്ടാണ്. നല്ല നാടൻ ടേസ്റ്റാണ്. തേങ്ങയൊക്കെ വറുത്തിട്ടിട്ടാണ് നമ്മൾ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും. വളരെ എളുപ്പമാണ് തയ്യാറാക്കി എടുക്കാനും. അപ്പോൾ നോക്കാം റെസിപ്പി എങ്ങനെയാണെന്ന്. ഞാനിപ്പോൾ 15 കാശ്മീരി മുളകാണ് എടുത്തിരിക്കുന്നത്. ഇത് വേവിച്ച് വെച്ചിരിക്കുന്ന മുളകാണ് കേട്ടോ. നമ്മൾ ഈ ചിക്കനിൽ കാശ്മീരി മുളകിൻ്റെ പേസ്റ്റ് ചേർത്തിട്ടാണ് വറുത്തെടുക്കുന്നത്. കാശ്മീരി മുളകിൻ്റെ പേസ്റ്റ് നമുക്ക് കടയിൽ നിന്നും വാങ്ങാൻ കിട്ടും. ഇല്ലെങ്കിൽ ഇങ്ങനെ നമുക്ക് വേവിച്ചിട്ട് അരച്ചെടുത്താലും മതി. ഇപ്പോൾ സാധാ മുളകാണ് എടുക്കുന്നതെങ്കിൽ ഭയങ്കര എരിയായിരിക്കും കേട്ടോ. ഇപ്പോൾ കാശ്മീരി മുളക് വീട്ടിലില്ല, വാങ്ങാനും പോകാൻ പറ്റില്ലെങ്കിൽ കുഴപ്പമില്ല, നമ്മുടെ കാശ്മീരി മുളക് പൊടി ചേർത്താലും മതി. അപ്പോൾ അതിൻ്റെ അളവ് എത്രയാണെന്ന് ഞാൻ ചിക്കനിൽ ചേർക്കുന്ന സമയത്ത് പറയാം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ കുറച്ച് വെള്ളം ചേർത്തിട്ട് 10 മിനിറ്റ് വേവിച്ചെടുത്തതാണ്. ഇനി തണുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം കേട്ടോ. അരച്ചെടുക്കുമ്പോൾ നമുക്ക് കുറച്ച് വെള്ളം കൂടി ചേർക്കേണ്ടി വരും. വെള്ളം കൂടി പോകരുത്, കുറച്ചായിട്ട് ഒഴിച്ചിട്ട് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ ഇതാ ഞാനിപ്പോൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കനിൽ പുരട്ടാനുള്ള മസാല തയ്യാറാക്കി എടുക്കാം. ഒരു ബൗളിലോട്ട് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന കാശ്മീരി മുളകിൻ്റെ പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. ഇത് ഏകദേശം 4 ടേബിൾ സ്പൂൺ കാശ്മീരി മുളകിൻ്റെ പേസ്റ്റ് ഉണ്ട് കേട്ടോ. നിങ്ങളിപ്പോൾ കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നതെങ്കിൽ 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 3 ടീസ്പൂൺ നാരങ്ങ നീര്. ഇപ്പോൾ നിങ്ങൾ പുറത്തുനിന്ന് വാങ്ങിയിട്ടുള്ള കാശ്മീരി മുളകിൻ്റെ പേസ്റ്റാണ് ചേർക്കുന്നതെങ്കിൽ അതിൽ വിനാഗിരി ചേർത്തിട്ടുണ്ടാവും. അപ്പോൾ നാരങ്ങ നീര് അല്ലെങ്കിൽ വിനാഗിരി ചേർക്കുമ്പോൾ 3 ടീസ്പൂൺ ചേർക്കണ്ട, 1.5 ടീസ്പൂണൊക്കെ ചേർത്താൽ മതി. 1 ടീസ്പൂൺ പെരിഞ്ജീരകം, ആവശ്യത്തിന് ഉപ്പ്, ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്തതിന് ശേഷം ടേസ്റ്റ് ചെയ്ത് നോക്കുക. ഉപ്പ് കുറവാണെങ്കിൽ കുറച്ചും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്കിത് ചിക്കനിൽ തേച്ച് പിടിപ്പിക്കാം. ഞാനിപ്പോൾ 1 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. മീഡിയം സൈസ് പീസസ് ആയിട്ടാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. വലിയ പീസ് ആണെങ്കിൽ കത്തി കൊണ്ടൊന്ന് വരഞ്ഞു കൊടുക്കാം കേട്ടോ, എന്നാലേ മസാലയൊക്കെ അകത്തോട്ട് പിടിച്ചു വരുള്ളൂ. ഞാനിപ്പോൾ കാലിൽ മാത്രമാണ് കത്തി കൊണ്ട് വരഞ്ഞു കൊടുത്തിരിക്കുന്നത്. എല്ലായിടത്തും ആകുന്ന രീതിയിൽ മസാല തേച്ച് പിടിപ്പിച്ചു കൊടുക്കുക. ഇനി ഇത് 2 മണിക്കൂർ മസാല പിടിച്ചു വരാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കണം. ഞാനിപ്പോൾ ഫ്രിഡ്ജിലോട്ട് വെക്കുകയാണ്, ഫ്രീസറിലല്ല, താഴെ വെച്ച് കൊടുക്കുകയാണ്. കുറഞ്ഞത് 1 മണിക്കൂറെങ്കിലും വയ്ക്കണം കേട്ടോ, എന്നാലേ മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചു വരുള്ളൂ. 2 മണിക്കൂർ കഴിയുമ്പോൾ നമുക്ക് വറുത്തെടുക്കാം. നാടൻ ഫ്രൈ ആയതുകൊണ്ട് വെളിച്ചെണ്ണയിൽ തന്നെ വറുത്തെടുക്കണം. ചിക്കൻ പകുതി മുങ്ങിക്കിടക്കുന്ന രീതിയിൽ എണ്ണ ഒഴിച്ചു കൊടുക്കുക. തീ മീഡിയത്തിലാണ് ഇട്ടിരിക്കുന്നത്. എണ്ണ ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് ഓരോ പീസായിട്ട് ഇട്ട് കൊടുക്കാം. തമ്മിൽ ചേർന്ന് കിടക്കുന്ന രീതിയിൽ ചിക്കൻ്റെ പീസ് ഇട്ട് കൊടുക്കരുത് കേട്ടോ, മാറ്റി മാറ്റി വേണം ഇട്ട് കൊടുക്കാൻ. ഞാനിപ്പോൾ 3 പ്രാവശ്യമായിട്ടാണ് വറുത്തെടുക്കാൻ പോകുന്നത്. തീ കുറയ്ക്കേണ്ട, മീഡിയത്തിൽ തന്നെ ഇട്ടിരുന്നാൽ മതി. കൂട്ടിയിടുകയും ചെയ്യരുത്, കരിഞ്ഞു പോവും. 5 മിനിറ്റ് ആകുമ്പോൾ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. ഇട്ട ഉടനെ തന്നെ നമ്മൾ മറിച്ചിടരുത്. മറിച്ചിട്ടതിന് ശേഷം 5 മിനിറ്റ് ഈ സൈഡും കൂടെ വെന്ത് വരട്ടെ. ഇപ്പോൾ വീണ്ടും ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്, നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇങ്ങനെ ഒരു 20-25 മിനിറ്റ് എടുക്കും വെന്ത് വരാൻ വേണ്ടിയിട്ട്. തീ കൂട്ടുകയും ചെയ്യരുത് കേട്ടോ, എന്നാലും അകത്തൊന്നും വെന്ത് വരില്ല. ഇപ്പോൾ ഇതാ 25 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി മാറ്റാം. ഇതുപോലെ തന്നെ അടുത്തതും വറുത്തെടുക്കാം കേട്ടോ. ചിക്കൻ എല്ലാം വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി ആ പാത്രത്തിലോട്ട് നമുക്ക് 1/4 കപ്പ് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. 1 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ആ മസാല എല്ലാം ഈ തേങ്ങയിൽ പിടിച്ചു വരണം. ചിക്കൻ എല്ലാം വറുത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ എണ്ണയിൽ മസാലയൊക്കെ കരിഞ്ഞ് കിടപ്പുണ്ടാവും. അതൊന്ന് തവി കൊണ്ട് കോരി മാറ്റാം കേട്ടോ. എന്നിട്ട് ഈ എണ്ണയിലോട്ട് തന്നെ നമുക്ക് മുളകും കറിവേപ്പില ഇട്ട് വറുത്തെടുക്കണം. ഞാനിപ്പോൾ 6 പച്ചമുളക് എടുത്തിട്ടുണ്ട്, 2 തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. തീ ഇപ്പോഴും മീഡിയത്തിൽ തന്നെയാണ് കിടക്കുന്നത്. അതായത് കോരി മാറ്റാം.
ഇനി നമുക്ക് തേങ്ങ വറുത്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഈ എണ്ണ ഒന്ന് അരിച്ചെടുക്കണം കേട്ടോ, അല്ലെങ്കിൽ തേങ്ങ വറുത്തെടുക്കുമ്പോൾ അതിൻ്റെ കൂടെ ഈ മസാല കരിഞ്ഞതും കൂടെ വരും. അപ്പോൾ ഒന്ന് അരിച്ചെടുത്തതിന് ശേഷം നമുക്ക് തേങ്ങ വറുത്തെടുക്കാം. ഇതിലോട്ട് തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങ പെട്ടെന്ന് തന്നെ വറന്ന് കിട്ടും. അപ്പം നമ്മൾ ഇത് ഇട്ടിട്ട് ദൂരെ ഒന്നും പോകരുത്, എന്നാൽ കരിഞ്ഞു പോവും. അപ്പോൾ ഇതാ ഇത് കണ്ടോ, ഒരു ഓറഞ്ച് കളറാകുമ്പോൾ നമുക്ക് കോരി മാറ്റാം കേട്ടോ, അല്ലെങ്കിൽ ഒരു കരിഞ്ഞ ടേസ്റ്റ് ആയിരിക്കും. ഇനി നമുക്ക് ഈ ചിക്കൻ്റെ മുകളിലോട്ട് വറുത്ത് വെച്ചിരിക്കുന്ന പച്ചമുളകും കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്തും ഇട്ട് കൊടുക്കാം. ഇത് ഉണ്ടാക്കുമ്പോൾ തന്നെ ഭയങ്കര മണമാണ് കേട്ടോ, തേങ്ങയൊക്കെ വറുക്കുന്ന സ്മെല്ലൊക്കെ ആണ്. നല്ല എളുപ്പമാണ്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇഷ്ടമെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യുക. കൂടുതൽ റെസിപ്പീസിനായിട്ട് ഫോളോ ചെയ്യാനും മറക്കല്ലേ.